എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അരുണാചൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്തേ. അപ്പോൾ നമുക്ക് പട്ടുനൂൽപ്പുഴുവിനെയൊക്കെ കാണാം. ഇവിടെ പട്ടുനൂൽപ്പുഴു ഉണ്ട്, അതിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ അത് നൂലാക്കുന്നുണ്ട്. നോക്കാം. ഇത് ആണും പെണ്ണുമായിട്ടുള്ള ചിത്രശലഭമാണ്. അപ്പം ഇതിനെ മേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇതുണ്ടാവും, മുട്ടയാണിത്. ഇതുണ്ട്, ഇതിലിരിക്കുന്നതുണ്ട്, ചെറിയ മുട്ടകളുണ്ട്. ഇത് മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുഴുക്കളുണ്ടാവും. പിന്നെ ആ പുഴുക്കൾക്ക് തീറ്റ കൊടുത്താണ് ഇങ്ങനെ വലുതാവുന്നത്. ഇതിപ്പോൾ കുറച്ച് ദിവസം ആയത്. ഇതുണ്ട്, ഇതൊക്കെ വലിയ പുഴുവായതാണ്. ഇതുണ്ടോ, ഇത് ഈ മഞ്ഞ കളറ്, ഇതുണ്ട്, ഇത് പച്ച കളറ്, പല കളറുണ്ടല്ലേ. ആ ഇതുണ്ടോ. അപ്പോൾ ഇതാണ് പട്ടുനൂൽപ്പുഴു. ഇതുണ്ട്. ഇപ്പം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ ഇല ഇവർ തിന്ന് തീർക്കും. ഒരു 1.5 മണിക്കൂറൊക്കെ സമയം കൊണ്ട് ഈ ഇല മുഴുവൻ തിന്ന് തീർക്കും. സാധാരണ മൽബറിയുടെ ഇലയല്ലേ തിന്നാൻ കൊടുക്കുന്നത്, അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് വേറെ എന്തോ മരത്തിൻ്റെ ഇലയായത്. ഇതിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവരെ അടുത്ത് ഇവിടെ കൊണ്ടുവച്ചതാണ്. അവിടെ കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്. ആ മരത്തേലാണ് ഇതിനെ വിടുന്നത് ഇവർ. ഈ പുഴുവിനെ ഇവർ മരത്തെ കയറ്റി വിടും. സാധാരണ എല്ലായിടത്തും നമ്മുടെ അവിടെയൊക്കെ കണ്ടേക്കുന്നതൊക്കെ ഇങ്ങനെ ഓരോ റാക്കുകൾ വെച്ചിട്ട് ആ റാക്കിനകത്ത് ഈ പുഴുവും കാണും, അതിനകത്ത് തീറ്റ ഇട്ട് കൊടുക്കും. രാവിലെ വൈകിട്ട് വെക്കി ഈ മൽബറിയുടെ ഇല തിന്നാൻ കൊടുക്കും. ഇതിപ്പോൾ 18 ദിവസമായ പുഴുക്കളാണ്. പട്ടുനൂൽ കൃഷി നമ്മുടെ നാട്ടിലെ സിസ്റ്റം അല്ല. ഇവിടെ നമ്മുടെ സാധാരണ നാട്ടിലെ കൃഷി അത് വേറെ. ഇത് ഇവിടെ ഏറ്റവും വില കൂടിയതാന്ന് പറയുന്നത്. ഇതിനെ നേരെ പുഴുവിനെ ഉണ്ടാക്കിയിട്ട് മരത്തേലേക്ക് ആ കാണുന്ന മരമില്ലേ, ആ മരത്തേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്, കുഞ്ഞു പുഴുക്കളെ. എന്നിട്ട് ഈ കൊക്കൂൺ ആയി കഴിഞ്ഞിട്ട് അതിനെ പറിച്ചെടുക്കും. ഇത് കൊക്കൂണാ. ഇതിനാണ് ഏറ്റവും വില കൂടിയെന്നാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് പുഴുണ്ടോ? ആ, പുഴുണ്ട്. ഉണ്ട്. ഇത് കിളിങ്ങുന്നുണ്ട്. അല്ല, ജീവനുള്ളതാണോ? അത് അങ്ങനെ ഇത് പ്രോസസ് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പ്രോസസ് ചെയ്താ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ, അതിനുവേണ്ടി അവരവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുണ്ടല്ലോ, ഇതിപ്പോ ഈ കൊക്കൂണായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ചിത്രശലഭമായിട്ട് മാറും. നല്ല ആരോഗ്യമുള്ള ഇങ്ങനെയുള്ള കൊക്കൂണുകളെ കളക്ട് ചെയ്തിട്ട് എല്ലാത്തിനും എടുത്തിട്ട് അത് അവരുടെ ഒരു റൂമിൽ കൊണ്ടുവച്ചിട്ട് അതിന് ഇതെല്ലാം കൊടുത്തിട്ട് അവിടെ ആ ചിത്രശലഭമായി വന്നിട്ട് അവർക്ക് തീറ്റ കൊടുത്ത് അവിടെ തന്നെ മുട്ടയിടിച്ചിട്ടാണ് ഇതിന്റെ വീണ്ടും കുഞ്ഞുങ്ങളെ. അപ്പം ഇതെല്ലാം കൊക്കൂണ്. ഇത് കൊക്കൂണിനകത്തുനിന്ന് പുഴുവിനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം ഇതുണ്ടോ, ഇതിനകത്തുനിന്നെല്ലാം കട്ട് ചെയ്തെടുത്തത്. ഇതെല്ലാം പട്ടുനൂലാണ്. ഈ കൊക്കൂണാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുഴുവിൽ നിന്നൊരു സ്രവം വരും. അതിങ്ങനെ അതിൻ്റെ പുറത്ത് ചുറ്റിയാണ് ഈ രൂപമാകുന്നത്, ഈ കൊക്കൂണാകുന്നത്. കൊക്കൂണിനകത്തുനിന്ന് എടുത്തേക്കുന്ന പുഴുക്കളാണ് ഇതെല്ലാം, പട്ടുനൂൽ പുഴു. പല കളറ്. ഇവിടെ ഇതിനെ കളയത്തില്ല. ഇതിനെ ഒന്നെങ്കിൽ ഇവർ വിൽക്കുമെന്ന് പറഞ്ഞാൽ മാർക്കറ്റുകളിൽ കൊടുക്കും. എല്ലാവരും കഴിക്കും, പുഴുങ്ങിയും ഫ്രൈ ചെയ്തൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റാണെന്നാണ് പ്രതീതി പറഞ്ഞേ. ഇതേ കൊക്കൂണിൽ നിന്ന് എടുത്ത നൂലാണ്. ഇത് നൂലാണെങ്കിൽ കുറേ പ്രോസസ്സിങ് ഒക്കെ ഉണ്ട്, അത് കറക്റ്റൊന്നും എനിക്കറിയത്തില്ല. ഇതുണ്ട്, നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കുന്നത്, നല്ല സ്മൂത്തായത്. കോട്ടനേക്കാളും നല്ല. ഇതുകൊണ്ടാണ് നല്ല പട്ടുസാരികളൊക്കെ വരുന്നത്. നമ്മുടെ നാട്ടിലെ പട്ടുനൂൽ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽക്ക് ബോർഡിൻ്റെ ഓഫീസിൽ നിന്ന് നമ്മൾ 1000 മുട്ടയുള്ള ഒരു കാർഡ് മേടിച്ചിട്ട് വരുവാണ്. ആ കാർഡ് നമ്മളൊരു മുറം പോലെയുള്ള ഒരു ട്രേയിലേക്ക് കൊണ്ടുവച്ചിട്ട് നമ്മുടെ മൾബറിയുടെ ഇല പറിച്ച് മുടിനാര് പോലെ അരിഞ്ഞിട്ട് തീറ്റയായിട്ട് കൊടുക്കും. ആ മുട്ട വിരിഞ്ഞിട്ട് ആ ഇല മുഴുവൻ തിന്ന് തുടങ്ങും. ആ തിന്ന് തുടങ്ങുമ്പോൾ അതിനെ നമ്മൾ കാണാൻ പാടത്ത് വലിപ്പമാവും. ആ വലിപ്പമായതിനെ നമ്മൾ ആ പട്ടുനൂല് വളർത്തുന്ന ട്രേയിലേക്ക് പേപ്പർ വിരിച്ചിട്ട് ഈ മൾബറിയുടെ ഇല കൊണ്ടിട്ട് തീറ്റ വളർത്തും. 18 ദിവസം ആകുമ്പോഴത്തേനും പിന്നെ ലാസ്റ്റ് 18 ദിവസം ആകുമ്പോഴത്തേനും ഇങ്ങനെ വലിയ ഇല, നമ്മളിപ്പോൾ ഇത് കണ്ടില്ല, അതുപോലെ വലിയ ഇല ആക്കിയിട്ട് 18 ദിവസം ആകുമ്പോൾ അവർ തീറ്റ നിർത്തും. തീറ്റ നിർത്തി കഴിഞ്ഞാൽ അന്നേരം അവർ ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഉറങ്ങി നമ്മളെ കൊക്കൂണാക്കാം. അപ്പോൾ അവർ നമ്മൾ കൊക്കൂണാക്കുന്ന ഇങ്ങനെ മടങ്ങിയ ട്രേ വെച്ച് കൊടുക്കും. അതിലില്ലെങ്കിൽ നമ്മുടെ ആ പണ്ട് കണ്ടില്ലേ മുള കൊണ്ട് ചുറ്റിയിട്ടുള്ള റൗണ്ടുള്ളത്, അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂട് കൂട്ടിയിട്ടിരിക്കും കൊക്കൂണായിട്ട്. ആ കൊക്കൂണ് വിരിഞ്ഞിറങ്ങുമ്പോൾ അവിടെ രൂപമാത്രം മറ്റ് ചിറകൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അതാണ് നമ്മുടെ കൃഷി. നൂല് ഇതിനകത്തുണ്ട് കേട്ടോ, പട്ടുനൂല് ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഇവർ നെയ്യുന്നത്. എത്ര സമയം എടുക്കും അല്ലേ? ഇത് കാലുണ്ടല്ലോ, ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഒരു കാലിലെ ചവിട്ടി താത്തും, പിന്നെ അടുത്ത ഇതേ വലിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരും.
ഇത് കയ്യും കാലും നമ്മുടെ വണ്ടി ഓടിക്കുന്ന പോലെ ആണല്ലോ, എല്ലാം ഒരേ സമയം വർക്ക് ചെയ്യണം. പിന്നെ കണ്ണും കൈയും കാലും ഒക്കെ വർക്ക് ചെയ്യണം. ഇതുണ്ടോ, ഇതൊരു ഷാളാണ് നെയ്യുന്നത്, അതിൻ്റെ ഡിസൈൻ കണ്ടോ? ആ, നല്ല തിളക്കവും. ഇതുണ്ടോ 2-3 മെഷീൻ കിടപ്പുണ്ട്, എല്ലാം തടിയലാണ് ചെയ്യുന്നത്. അത് ആ നൂലത് ചർക്കയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ട്, ഇതെല്ലാമായിട്ട് ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് വരും. ഒരു കൊക്കൂണിനകത്തു നിന്നുള്ള ഒരു നൂല് ഏകദേശം 1 കിലോമീറ്റർ നീളത്തിലൊക്കെ നൂല് കിട്ടും. ആണോ? ആ, ഓ, അത്ര നീളത്തിലുള്ള നൂലുണ്ടല്ലേ? ആ, എന്ത് കഷ്ടപ്പെട്ടാ അവരാ നൂലുണ്ടാക്കുന്നതെന്ന് ഓർത്ത് നോക്കി. ഇതിങ്ങനെ ഇതെല്ലാം ചുറ്റിയെടുത്താലേ നെയ്യാനായിട്ട് എളുപ്പമുള്ളൂ. കാണുമ്പം വളരെ ഈസിയാണെന്ന് തോന്നുന്നു, പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലി ചെയ്ത്. അതുമല്ല ഇതിന് നല്ല അധ്വാനമുണ്ട്, അതനുസരിച്ചാണ് വിലയും. ആ, അതെ, വിലയുണ്ട് ഒരു വിധം ഇങ്ങനെ ഹാൻഡ്ലൂമായിട്ട് ചെയ്യുന്നതിന്. കൈ കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഇതുപോലെ പട്ടുനൂലും കൊണ്ടുള്ള വലിയ ഷോളിനൊക്കെ 10,000 രൂപയ്ക്കാണ്. ഈ മരം കണ്ട്, ഈ മരത്തിൻ്റെ എല്ലാ ഇലകളും ഈ പുഴുവിന് തീറ്റ കൊടുക്കുന്നതാണ്. പിന്നെ ഈ നൂലിന് കളർ കൊടുക്കും, നാച്ചുറൽ കളറും ഉണ്ട്, പിന്നെ ഡൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പല കളറ് കിട്ടും. നല്ല കുഞ്ഞ് പട്ടുനൂൽ പുഴുവിനെ കയറ്റി വിടുന്ന ഈ മരത്തേലാണ്. നമുക്ക് ഇനി ഇവിടെ സിംബോ ട്രൈബിൻ്റെ വീടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഇനി ട്രഡീഷണൽ ഹൗസ്. അതെ, എല്ലാവരും മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുന്ന. ഇതൊരു വലിയ വാവയാണല്ലോ പുറത്ത് കിടക്കുന്നത്. മുളയും കൊണ്ടുള്ള വീടുണ്ട്, അതെ, അതിൽ ചാണകവും തേച്ച് വെച്ചിട്ടുണ്ട്, മണ്ണും ചാണകവും കൂടെ കൂട്ടിയാണ് മെഴുകുന്നത്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ അടിപൊളി തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സിംബോ ട്രൈബലിൻ്റെ ഒരു ട്രഡീഷണൽ വീടായത്. മുളയും കൊണ്ടുള്ള തൂണിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കേട്ടോ, മൊത്തം മുളയുടെ തൂണായത്. സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്, അതുവഴി വേണം കയറുമ്പോൾ. അതെ, അത് തടിയുടെ സ്റ്റെപ്പാണ്, ഗോവണി. നാളെ ഇവിടെ ബുദ്ധ മന്ദിരത്തിൽ ഇത് ഇവരുടെ തിരി എന്ന് പറഞ്ഞതുണ്ട്, പൂജയുടെ ഇത്. അതിനുവേണ്ടി എല്ലാവരും അയലോക്കംകാരൊക്കെ ചേർന്നിരുന്ന സ്വന്തക്കാരും ചേർന്നിരുന്നിട്ട് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുളയല്ലേ? അത് മുളയുടെ മുളയുടെ കൊമ്പ് കൽ തിരികെ പ്രിപ്പറേഷൻ കറിയാണ്. അതിനെ ഒന്നും കൂടെ ചെറുതായിട്ട് അരിയും, എന്നിട്ട് അച്ചാറുണ്ടാക്കും. അതുകൊണ്ടോ മുളയുടെ കൂമ്പ് അരിഞ്ഞുകൊണ്ടിരിക്കുക അച്ചാറിടാനായിട്ട്. നാളത്തെ സ്പെഷ്യലായത്. ഇത് നമ്മുടെ ഇവിടെ മന്ദിരത്തിൽ നാളെ പൂജയാണ്. പൂജയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഭാഷ പീട്ട എന്ന് പറയും, നമ്മുടെ അട പോലെ ഇത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണിത്. ഇത് ചാവൽക്കായ എന്നാ? ആ, ചാവൽ ഓർ ക്യാ ഗുഡ്. അരിയും ബദാമില്ലേ, ബദാം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചോ. ഇനി അതിൽ ഇതായിട്ട് ലഡു പോലെ ഉണ്ടാക്കും നമ്മൾ. അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചായയുടെ കെറ്റിൽ വെച്ചിട്ട് ഗസ്റ്റ് വരുമ്പോൾ ഇവിടെ വട്ടത്തിലാണ് ഇരിക്കാറ്. ഇവിടെ വിളിച്ചിരുത്തും, ഇങ്ങനെ ഈ പായയിലിരുത്തും. ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടല്ലോ ഈ പായയിലാണ് വിളിച്ചിരുത്താറ്. ഇവിടെ ഇരിക്കുന്നു പറയും, ഇവിടെ ഇരുത്തിയിട്ട് ചായ തിളപ്പിച്ച് ഏലാക്കും. ഇങ്ങനെ. ഇത് കട്ടയാണോ? ഇത് ഇല്ല, ഇത് മരത്തിന്റെ ഒരു പെട്ടി അടിച്ചിട്ട് മണ്ണ് നിറച്ചിട്ട് അതേലിങ്ങനെ തണുപ്പ് കാലത്ത് എപ്പോഴും ആൾക്കാർ ഇവിടെ എപ്പോഴും ഇരിക്കും. ചൂടായ കൊണ്ടാണ് ഇത് കത്തിക്കാതെ. ചൂടായി കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കത്തിക്കാതെ. ഇല്ലെങ്കിൽ എപ്പോഴും ഇത് തണുപ്പ് കാലത്ത് ഇത് എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കും 24 hours. ഇത് ഇവരുടെ ഗസ്റ്റ് റൂം ആയതുകൊണ്ട് ഇതിന്റെ ഭിത്തി എല്ലാം മുളയും കൊണ്ടാ. അതുപോലെ തന്നെ തറയതേ, തറയിലും മുളയാ പാകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഉണ്ടോ, ഗ്യാസൊന്നുമില്ല, വിറകടുപ്പാ ഉള്ളേ. അതെനാ? ഓ, ഇതിന് അടയാണോ? ഇത് ഇന്നലെ നമ്മൾ സ്റ്റിക്കി റൈസ് കഴിച്ചില്ലേ? സ്റ്റിക്കി റൈസ് ഉണ്ടാക്കുന്നതും ഇതേ തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് അട പുഴുങ്ങുവാണ്, അടയായിട്ട് പുഴുങ്ങുവാണ് ഇത്. ഇത് നമ്മുടെ ഇതുണ്ടാക്കാൻ വേണ്ടി പുഴുങ്ങി എടുത്തിട്ടാണ് അത് ഇലയിൽ ഇങ്ങനെ മടക്കി മടക്കി. ഇതുണ്ടോ, നമ്മൾ അട ഉണ്ടാക്കിയിട്ടില്ലേ, അതുപോലെ ഇത് എടുക്കുവാണ് ഇങ്ങനെ. അതിങ്ങനെ ആവിയിൽ വേവിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ ഒരു സിസ്റ്റം പറഞ്ഞില്ലേ, നമ്മുടെ ലാഹി റൈസ് ഉണ്ടാക്കുന്നത്, ആ സിസ്റ്റമാണ് ഇത് ഇവരുടെ. ഇതിന്റെ ആ കലത്തിൽ വെള്ളമാ? ആ, അടിയിൽ വെള്ളം. നമ്മൾ ഇഡലി പാത്രത്തിൽ പുഴുങ്ങുന്നതല്ലേ? ആ, അതിന്റെ പോലെ തന്നെ സിസ്റ്റം. പക്ഷെ ഇത് നമ്മുടെ നാച്ചുറൽ സിസ്റ്റം. അടിയിൽ ഇങ്ങനെ നമ്മുടെ ഇത് കുട്ടിന്റെ ചകിരിയില്ലേ, നമ്മുടെ പീച്ചിലിങ്ങയുടെ ചകിരിയെ വെക്കുന്ന അടിയിൽ. ആണോ? ആ,
ഈ ഇവിടം വരുന്ന സമയത്ത് ഈ അടിയിൽ അതുണ്ടാവും, അതിൻ്റെ മേലോട്ടേ ഇതുണ്ടാവുള്ളൂ. ഈ നമ്മുടെ ഇന്നലെ സ്റ്റിക്കി റൈസ് വെച്ചില്ലേ, സ്റ്റിക്കി റൈസും അതിൽ തന്നെയാണ് അങ്ങനെ വേവിച്ചെടുക്കുന്നത്. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്ന ചെറിയ തടിയുടെ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയേക്കുക ഷെൽഫായിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടൊരു റൂം. പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ, ഇത് വിശാലമായ ഏരിയ ഉണ്ട്. ഇവിടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ട്. ഓ ഇത് സീഡ്സ് അല്ലേ നാളത്തേനുള്ള അരിയുടെ ഇതിങ്ങനെ അരി വറുത്തിട്ട് അങ്ങനെ ആക്കുന്നത്. എന്നിട്ട് വെള്ളം ഉരുക്കി ഒഴിക്കും. വെള്ളം ഉരുക്കി ഒഴിക്കും. എന്നിട്ട് ഇതിന് അരി ഉണ്ട പോലെ ഇതാക്കി എടുക്കും. അങ്ങനെ നമ്മുടെ മലരിൻ്റെ ഇങ്ങനെ ഇത് വരുന്നില്ലേ, അതുപോലെ ആക്കിയെടുക്കുന്നത്. നമ്മുടെ മീൻ ഇറച്ചിയൊക്കെ വരുന്നില്ലേ, പിന്നെ ഇങ്ങനെ ഉള്ള ഇതുണ്ട്. ഇപ്പം മുളകാണ് ഉണങ്ങാൻ വെച്ചേക്കുന്നത്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണങ്ങാനായിട്ട് ഇവിടെ വെക്കും, ഇങ്ങനെ ഇതിൻ്റെ മണ്ടയിൽ. അത് ചൂടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങി കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ വീട്ടിലൊക്കെ ചേര് തന്നെയാണ് ഇത്. ഇത് മാർക്കറ്റിൽ സാധനങ്ങൾ എടുക്കാനും ഇതൊക്കെ ഇവർ ട്രഡീഷണൽ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് പൂജയ്ക്കൊക്കെ പോകുവാണെങ്കിൽ ഇത് ഉണ്ടാക്കിയ സാധനമൊക്കെ ഇതിൽ നിറച്ചിട്ടാണ് കൊണ്ടുപോകാറ്. ഇതല്ലേ ഇവരിങ്ങനെ തൊള്ളലിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോയതുണ്ടോ. ഇവിടാണ് ബെഡ്റൂമൊക്കെ. വിശാലമായ ബെഡ്റൂം. ഇത് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വരുമ്പം പെട്ടെന്ന് പാർട്ടി വന്നു വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്, ആൾക്കാരെ വിളിച്ചിരുത്താൻ വേണ്ടി. ഫാനൊക്കെ ഉണ്ട്. അതെ, ടി വി ഉണ്ട്. ഇപ്പം അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് പുല്ല് വാങ്ങിയ വീട് ഇപ്പം ടിൻ ഷീറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ പുല്ല് വേഞ്ഞാണ് ഇതിനകത്തൊട്ടും ചൂട് കാണുകയില്ലായിരുന്നു. ടിൻ ഷീറ്റ് ആകുമ്പോൾ ചൂടാവും. അപ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും കയറി വരുന്നിടത്തൊരു പൂജാമുറി ഉണ്ട്. ഇതിൽ വിളക്കൊക്കെ കത്തിക്കുന്നത്. ബുദ്ധിസ്റ്റ് ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവരുടെ എല്ലാ വീട്ടിലും സിംബോകളുടെ എല്ലാ വീട്ടിലും തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പൂജാന്റെ ഒരു ഇതുണ്ടാവും. എപ്പോഴും ഫ്രണ്ട് സൈഡിൽ എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു ഇതുണ്ടാവും. ഇവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. മുളയുണ്ടല്ലോ, അരിഞ്ഞിട്ട് നമ്മുടെ ഇറച്ചി മീനിലൊക്കെ ഇടാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് വെക്കും. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിനേരി പോലെ അത് പുളിച്ച് പ്രിസർവ് ആയിട്ട് അങ്ങനെ ഇരിക്കും. നമ്മൾ അത് പുളിയായി കഴിയുമ്പം അതിനെ എല്ലാ സാധനത്തിലും, അതായത് ഇറച്ചിയാണേലും മീനാണേലും ഒരു വിഷം തീണ്ടിയായുള്ള ചെറുതായിട്ടുള്ള മരുന്നായിട്ട് പോലും അത് ഇപ്പം നമുക്ക് വിഷമായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാനായിട്ട് പോലും ഇത് ഉപയോഗിക്കും. അല്ല, മുള ഭയങ്കര ഗുണമുള്ള സാധനമാണ്. പച്ചക്കും കഴിക്കും. ഇപ്പൊ അത് പച്ചക്കാ കഴിക്കുന്നത്. അതുപോലെ പക്ഷെ പച്ചക്ക് കഴിക്കുമ്പോൾ ഒരു ചെറിയ കയ്പ് പോലെ ഉണ്ട്. तो उसके बाद इसको भी अचार बना सकता है. उसको थोड़ा फ्राई कर लेना है. भूज जलकिया के साथ है ना. हाँ, उसके बाद आपको तेल डालिए या और फिर वो मिर्चा डालिए और कुछ मसाला उसला डाल के भी इसको ये पूरा टेंगा हो जाएगा. उसका बाद में भी धूप में भी सुखा के हम लोग सुखा के भी रख सकता है. ഇതോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് എടുത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭൂജലിക്കയില്ലേ, അത് എണ്ണയിൽ ചെറുതാക്കി ഞുറുക്കിയിട്ട് വഴറ്റിയിട്ട് ഇതിട്ടിട്ട് ആടിയിട്ട് അച്ചാറായിട്ട് എടുത്ത് വെക്കും. ഇല്ലെങ്കിൽ വേറൊരു ഇതുണ്ട്, ഇത് വർഷങ്ങളോളം കേടാകാതിരിക്കാൻ വേണ്ടി ഇവർ ഇതിന്ന് എടുത്തിട്ട് വെയിലത്ത് ഉണക്കിയിട്ട് പൊടിയാക്കി പാക്കറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അത് കറിക്കകത്തിട്ടാലും സെയിം ഫ്ലേവർ ആയിട്ട് വരും. ഇത് ഫെർമെന്റേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുകൊണ്ട് ഇതിന് നല്ല പുളിയാ. വിനാഗിരിയുടെ പുളി പോലെ നല്ല പുളിയാ. ഇതാണ് സ്റ്റിക്കി റൈസ് പൊതിയുന്ന കൂവേല. ഇതിൽ പൊതിഞ്ഞാണ് ഇത് ആവി കയറ്റുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളയുടെ കൂമ്പത് കണ്ടോ, ഞുറുക്കുന്നതുണ്ടോ ഇങ്ങനെ. അതൊരു ഗ്ലാസ് വെച്ച്. ബായ്, താങ്ക് യു. ഇവിടെ വീട് നിർമ്മിക്കാൻ ഇവർ പറമ്പിൽ തന്നെ ഇതേ പനയും നട്ട് വെച്ചിട്ടുണ്ട്. അത് ആ സൈഡിൽ കൂടെ എല്ലാം മുളയുണ്ട്. വീടിന് വേണ്ടിയുള്ള സാധനങ്ങൾ നോക്കി എവിടെയും പോകണ്ട. അതെ, ചിലവും വളരെ കുറവ്. കിച്ചണിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ട്. പച്ചമുളക്, കുമ്പളങ്ങ, പയർ, പാവയ്ക്ക, പടവലങ്ങ, കറിവേപ്പില ഇവർ ഉപയോഗിക്കും. ഉപയോഗിക്കും. അതെ, ഇവിടെ ഇത് മുളയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ.
തറി അല്ലേ? അവിടെ പല കളറിലുള്ള പട്ടുനൂൽ. ये कपड़ा सब आप पहना वाला आप बनाए वाला है ना? ഇതും ഇത് അവരുണ്ടാക്കി ആ ആ അമ്മ നമുക്ക് നമുക്ക് സമ്മാനമായിട്ട് തന്നതും ഇതേ കൈകൊണ്ട് നിർമ്മിച്ച. ഹാൻഡ്ലൂമായിട്ട് ഉണ്ടാക്കിയ ഇവിടെ അല്ലേ വാഴയുണ്ട്, മറ്റേ നമ്മളാ നീളമുള്ള നാരങ്ങ ഉണ്ടല്ലേ, നാരങ്ങ അപ്പുറത്ത് ഒത്തിരി കിടപ്പുണ്ട്, അപ്പുറമൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. അവിടെ നമുക്ക് തരാൻ വേണ്ടി പറിച്ചുകൊണ്ട് വരുന്നത്. घर में ले जाओ खाओ। हाँ ആ താങ്ക് യു അല്ല, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊച്ചൊരു തേയിലത്തോട്ടം ഉണ്ട്. ലിച്ചിയുണ്ട്, മൽബറി ഉണ്ട്, ഇത് അവിടെ പേരയുണ്ട്, കമുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്, എല്ലാം ഉണ്ട്. പച്ചക്കറികളെല്ലാം ഉണ്ട്. പച്ചമുളകും തോട്ടം. ബൈ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെത്തി. ഇനി നമുക്ക് ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം. ഇത് ആയുധങ്ങളാട്ടോ. നമ്മളവിടുത്തെ കത്തി പോലല്ല, ഇവിടെ വ്യത്യാസമുണ്ട്. തേയില മുറിക്കാൻ വേണ്ടി തേയില എടുക്കുന്നില്ലേ, തേയില എടുക്കാനും നെല്ല് മുറിക്കാനും ഉപയോഗിക്കുന്ന കത്തിയാണ് നമ്മുടെ ആര്യവേക്ക് പകരം. തേയില മുറിക്കാനും തേയിലയും നെല്ലും അല്ലേ തേയിലയും നെല്ലും കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന കത്തി ഇത്. ഇതുണ്ടല്ലേ, ഇത് നമ്മുടെ അവിടെ ഉള്ള ഒരു തുമ്പ സൈസ് ഒന്നും ഇല്ല. ഇവിടെ എല്ലാം തുണി മാർക്കറ്റ് ഇത്. തുണിയുണ്ട്, പിന്നെ അലുമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സാണ് കൂടുതൽ ഈ സൈഡിൽ. അലുമിനിയം പാത്രം കണ്ടോ, എന്നാ വലിയ പാത്രങ്ങളാണ്. അല്ല, മാർക്കറ്റ് ദിവസം ഇവിടെ വന്നാലേ തുണിയൊക്കെ കൊടുത്താൽ അവർ തയ്ച്ചു തരും. തയ്യക്കട ഇതൊക്കെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുമെന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇൻഡാലിയത്തിൻ്റെ ചട്ടിയുണ്ട്, ഓട്ടുപാത്രമുണ്ട്, സ്റ്റീൽ പാത്രമുണ്ട്, പ്ലാസ്റ്റിക് പാത്രമുണ്ട്. ഈ സൈഡിലെല്ലാം ലേഡീസിൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. നോക്കി, അങ്ങേറ്റം വരെ അത് കേട്ടോ. ഈ സൈഡ്, ഈ സൈഡിൽ മുഴുവൻ പലചരക്ക് സാധനങ്ങളാണ്. പയറും പരിപ്പും ഉള്ളി ഉരുളക്കിഴങ്ങും സവോളയും. ആഴ്ചയിൽ ഒരു ദിവസം ഇതിപ്പോൾ ഉള്ള മാർക്കറ്റിൽ വന്നാൽ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പോകാം. ആ, അന്ന് നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇപ്പം നമ്മൾ ഉച്ചയായോണ്ടാ, അല്ലെങ്കിൽ രാവിലെയൊക്കെയാണ് നല്ല ആ തിരക്കായിരിക്കും. അതെ, ഇന്നത്തെ ഈ ഒരു ദിവസമുള്ളൂ ഇതുപോലെ ആളും തിരക്കുമൊക്കെ. പിന്നെ ഇവിടെ ആരും ഇല്ല. നമ്മൾ ചില വണ്ടി വരുമ്പോൾ കാണാറില്ലേ ഇങ്ങനെ ബിൽഡിങ് മാത്രം കാണും. അതെ, പുകലല്ലേ? പുകലയാണോ? ആ അതെ, അതെ. മീൻ പിടിക്കാനുള്ള വല, ചെറുതും വലുതും എല്ലാ സൈസും ഉണ്ട്. ഇങ്ങോട്ട് വീശി എറിയാം. ഇതെല്ലാം ഡ്രസ്സിൻ്റെ ഏരിയ കേട്ടോ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇരുന്ന കൂട്ട് ഡ്രസ്സാണ് കൂടുതലും. ഇതെല്ലാം ഏതെടുത്താലും 150 രൂപ. പിന്നെ 100ൻ്റെ അകത്ത് 100 ഉണ്ട്, ആ പിന്നെ 200 ഉണ്ട്. എല്ലാം ഫിക്സഡ് റേറ്റ് ആട്ടോ. ആ ആ ഇതെല്ലാം ഉണക്കമീനാട്ടോ. ചെമ്മീനൊക്കെ ഉണ്ട്. കുഞ്ഞുമീനാണ് കൂടുതലും. നമ്മുടെ അവിടെ എങ്ങനെ കാണാത്ത മീനുകളാണല്ലോ. തോട്ടുമീൻ ഇതൊക്കെ. ഇത് കടലിലെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വമ്പളേ ഉള്ളൂ. ഇവിടെ ഈ തോട്ടിലെയും കുളത്തിൽ നിന്നും പിടിക്കുന്നതായിരിക്കും കൂടുതൽ. ഈ ഷെഡുകൾ കൂടുതലും ഇങ്ങനെ മുളയും കൊണ്ട് നിർമ്മിച്ചിട്ട് പനയോല വെച്ച് മേഞ്ഞേക്കുക. ഇവിടെ ദേശീയദാരു കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മേടിച്ച് നോക്കാം. കുടിക്കാനല്ല കേട്ടോ. കുടിച്ചു നോക്കിയോ. എന്തിനാ കുടിക്കുന്നേ? ഇതാ പച്ചവെള്ളം പോലെ ഇരിക്കുന്ന കേട്ടോ. സ്റ്റീൽ ഗ്ലാസ്സിലാ. ആ ഇതേ, ഇത് നമ്മുടെ റൈസിൽ നിന്നുണ്ടാക്കുന്ന ആ ഇപ്പോൾ ചാവൽക്കായാണ്. ആ അത് ഇന്നാൾ നമ്മൾ മേഘാലയ പോയപ്പോൾ കണ്ടില്ലേ ആ സാധനം. നമ്മളെ വീട്ടിൽ കയറി കണ്ടതല്ലായിരുന്നു. ആ അപ്പോൾ ഇതിങ്ങനെ ഷെഡാ. ഇങ്ങനെ മാർക്കറ്റിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ചായക്കട ഉണ്ടാവും, ചാരായക്കട ഉണ്ടാവും. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു വേണം. എനിക്ക് വേണമെന്നില്ല, നാക്കേ മുട്ടിച്ച് അനു വേണമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിനെ പകുതി വെള്ളമാണെന്ന് തോന്നുന്നു. വെള്ളമാണെന്ന് തോന്നുന്നു, അല്ലാതെ ഒന്നുമില്ല. ചെറിയൊരു ഗ്യാസ് അത്രേ ഉള്ളൂ. ഇത് പന്നിയിറച്ചി കടയാ. ഈ സൈഡ് ഉണ്ട്. ഈ സൈഡെല്ലാം ഇതുപോലെ ഓല മേഞ്ഞ ഷെഡുകളാണ്. ഹോട്ടലും ചാരായക്കടയും ഇറച്ചിക്കടയും ബാക്കിയെല്ലാം ഇവിടെ തന്നെ. ഇതുണ്ട് ഇങ്ങനെ. ഇതുണ്ട്, ഈ തുണിയൊക്കെ ഇവർ കൈകൊണ്ട് നെയ്യുന്ന. ഇത് ഇതൊക്കെ നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ ലേഡീസൊക്കെ കൊടുത്തേക്കുന്ന ഡ്രസ്സാണല്ലോ. ആസാമിലും വെസ്റ്റ് ബംഗാളിലും. ആസാമിലും പിന്നെ ഈ അരുണാചലിലൊക്കെ കൂടുതൽ കേട്ടോ. നോർത്ത് ഈസ്റ്റിലേക്ക്, വെസ്റ്റ് ബംഗാളല്ല, മേഘാലയ അങ്ങോട്ടൊക്കെ. ഇത് മുണ്ട് പോലെ ഇത് കൊടുക്കും. എന്നിട്ട് ലോങ് ബ്ലൗസ് പോലത്തെ ബ്ലൗസ് കൊടുക്കും. ആ അല്ല, ടീഷർട്ട്. ഇതിന് പറയുന്ന മെഖല അല്ലേ. കളർഫുൾ ആയിട്ടുള്ള എല്ലാ ഇതുണ്ടോ, പല കളറിലുള്ളതുണ്ട്. ഇവിടെ ഇതിന് മെഖല എന്ന് പറയും. വേറെ ഓരോ സൈഡിൽ വേറെ ഓരോരോ പേരുകളാണ് പറയുന്നത്.
ഇവിടെ എല്ലാം ഡ്രസ്സിൻ്റെ ഏരിയ, ഇതെല്ലാം ലേഡീസിൻ്റെ ഡ്രസ്സ് ഈ സൈഡിൽ കൂടുതൽ, ജെൻസിൻ്റെ ഉണ്ട് ഇടയ്ക്ക്. ഇവിടെയൊക്കെ നൈറ്റി ആണെങ്കിലും അതിനൊന്നും സ്ലീവ്ലെസ്സാണ്, കൈയില്ല. ഇവിടുത്തെ ഈ ആവിയും ചൂടും കാരണമായിരിക്കും. ഇവരുടെയൊക്കെ ഡ്രസ്സ് കണ്ടോ, ബ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കൈ കൊണ്ടുകൊടുക്കുക. ഇതെല്ലാം തുണിയുടെ ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അപ്പുറത്തേക്ക് മാറാം. ഇതാണിത് സഞ്ചരിക്കുന്ന മുറുക്കാങ്കട, മൊബൈൽ മുറുക്കാങ്കടയാ. ആ, നമ്മുടെ അവിടെയൊക്കെ മുറുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ ഇവിടെ എല്ലാവരും മുറുക്കുന്ന ആൾക്കാരാണ്. വീണ്ടും നമ്മൾ ഗള്ളിയിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്നു, റോഡിൽ വന്നു. റോഡിൻ്റെ രണ്ട് സൈഡിലും കടകളാണ്. എനിക്ക് ആദ്യം ഇറങ്ങി വന്നപ്പോൾ ഇത് റോഡാണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇതൊരു ചെറിയ മെഡിക്കൽ സ്റ്റോറാണ്. എല്ലാ സാധനങ്ങളുണ്ട് ഇതല്ലേ, ഗുളിക എല്ലാം ഉണ്ട്. മൺകുളത്തെ നല്ല പെയിന്റിങ് അത് കൊടുക്കേ, അത് കണ്ടോ പൈസ ആയിട്ട് വയ്ക്കാം. ആവി കാരണം കണ്ടോ വിഷറി വെച്ച് വീശിക്കൊണ്ടായിരിക്കുന്നത്. അവരുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞോണ്ടാ. അല്ല, ഇതിനകത്ത് കടുകൊക്കെ അരിച്ചാൽ താഴോട്ട് വീഴില്ലേ? കടുക് പോകും ഇതിനകത്ത്, കടുകിനകത്തുള്ള ചവറും ഇതിനകത്ത് നിൽക്കും. ഓ, അങ്ങനെ അരി ആയിരിക്കും, മുറി അരി താഴോട്ട് പോകും, അങ്ങനെ അരി ഇവിടെ നിൽക്കും. ഇത് ഞാൻ ഇന്നാളൊരെണ്ണം മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് വീട്ടിൽ കൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ. അല്ല, ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കീറിയ നോട്ടുകളാണ്. നമ്മൾ എത്ര രൂപ അങ്ങോട്ട് കൊടുക്കുന്നോ അതിന്റെ പകുതി പൈസ നമുക്ക് ഇങ്ങോട്ട് തരും. 20 രൂപ കൊടുത്താൽ 10 രൂപ കിട്ടും. ആ, എന്തെല്ലാം ബിസിനസ്സുകളല്ലേ, പലചരക്ക് കടകളാണ്. ഇത് ഫ്രൂട്ട്സ്, മാങ്ങയുടെ വലിപ്പം കണ്ടോ, എന്നാ വലിയ മാങ്ങ ഇത്. എവിടെ നിന്ന് വരുന്ന മാങ്ങയാണോ? ഇത് മിക്കവാറും ബംഗാളിൽ നിന്നായിരിക്കും. ഇതുകൊണ്ട് ഇത് കറുത്ത ഉപ്പ്, ഇത് കുന്തിരിക്കം, ഇത് ചുണ്ണാമ്പ്. അങ്ങോട്ടെല്ലാം കുറേ കടകളും കൂടെ ഉണ്ട്. ഇതുകൊണ്ട് ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇതെല്ലാം അതെ വെറ്റിലെ അടയ്ക്കയാ. ചേമ്പിന്റെ വള്ളിയാണ് ആ നീളമുള്ളത്. ഏതാ അത്? ചേമ്പിന്റെ വള്ളിയാണ്. ചേമ്പിന്റെ ഒരു വള്ളി. ആ, ഇത് ചേമ്പിന്റെ വള്ളി. ഇത് മറ്റേ പൂജലിക്ക അടയ്ക്ക. ഇവിടെ ഇവര് നമ്മുടെ അടുത്ത പോലെ പച്ചയല്ല ഉപയോഗിക്കുന്നത്, ഈ ചീച്ചിട്ടാ ഉപയോഗിക്കുന്നതെന്നാ പറഞ്ഞത്. അതിനാണ് ഡിമാൻഡ് കൂടുതൽ. നല്ല മധുരം കേട്ടോ, നല്ല ശർക്കരയാ. പഞ്ചസാരയുടെ പോലത്തെ മധുരം അല്ലേ? ഭയങ്കര മധുരം. മേടിക്കണം, മേടിച്ചോ, ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. ശർക്കരയല്ലേ. ഇതെല്ലാം നാടൻ കോഴികളാണ്, കുഞ്ഞു കോഴികളാണ്. നാടൻ കോഴികൾ മാത്രമല്ല, ഇങ്ങോട്ട് നോക്കിയേ, നാടൻ പ്രാവും ഉണ്ട്. ആ, പ്രാവും ഉണ്ട് കേട്ടോ. പ്രാവിനെ ഇവർ വറുത്ത് കഴിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇത് താറാവും ഉണ്ട്. പക്ഷെ താറാവ് ബംഗാളിൽ കണ്ട വലിയ താറാവായിരുന്നു. ഇത് പക്ഷെ ചെറിയ താറാവ്. ഇത് മറ്റേ കറിക്കായ എന്തോന്നു. ഇതാണ് കാട്ടുപാവയ്ക്ക. ഇവിടെ പറയുന്നത് ബാത്കരയില എന്നാണ്. നാടൻ പാവയ്ക്ക. ഇത് നാടൻ പാവയ്ക്ക. ഇത് നമ്മളവിടെ മുട്ടശ്ശേരി എന്ന് പറയും. ഇത് ഈ വള്ളി പോലെ കിടക്കും, നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്. അത് നാരങ്ങയാണോ? ആ, അത് നാരങ്ങയാണ്. ചെറുനാരങ്ങയല്ല, ഗോൾഡ് നിംബു എന്ന് പറയും ഇവിടെ. എന്നാ? ഗോൾഡ് നിംബു. ഗോൾഡ് നിംബു. മറ്റത് സാധാരണ നിംബു, ആ നീളമുള്ളത് സിംഗിൾ ആയിട്ടാണ്. ഇത് ഉഴുന്നുപരിപ്പോ, ഉഴുന്നുപരിപ്പ്. ഇതെല്ലാം വഴുതനങ്ങ. അത് മത്തയില അല്ലേ? ഇത് മത്തയില. ഇതാ നാരങ്ങ. ഇതിന് തന്നെ വലുപ്പമല്ല ഈ നാരങ്ങയ്ക്ക്. നമ്മൾ മേഘാലയയിലൊക്കെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെയൊക്കെ. ഇത് നോർത്ത് ഈസ്റ്റിലേക്കാണ് കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നു. ഓ, ഞാൻ ഓർത്തത് തക്കാളിയാണ്. ഇത് വഴുതനയുടെ വേറെ ഐറ്റമാണ്. ആ, ഇതാദ്യം കാണുകയല്ലേ, നമ്മൾ ഇവിടെയും കണ്ടിട്ടില്ല. ഇവിടെ എടുത്ത് എന്നാ ലാഹിപ്പത്ത, ലാഹിപ്പത്ത. പത്താന്ന് പറഞ്ഞല്ല, ലാഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമ്പ് ഇല്ല, ലാഹി കൊച്ചു, ലാഹി പത്ത, ലാഹി ചാവൽ. ഇത് റാഡിഷാ. ഇത് ചെറുതാട്ടോ. പക്ഷേ ഇത് ഈ പാവയ്ക്കായ്ക്ക് ഭയങ്കര കയ്പുള്ള. ഇത് നല്ല കയ്പാ പാവയ്ക്കായേ. ഇത് നമ്മൾ ഇന്നലെ കണ്ട കൂട്ട് കുമ്പളങ്ങയല്ലേ. ഇതെല്ലാം വെറൈറ്റി അച്ചാറുകളാണ്. ഇതാ ചെകുത്താമുളകില്ലേ, ആ അച്ചാർ, അതിൻ്റെ അച്ചാറാണ് ഇത്. ഭൂജലിക്ക. ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ് ഇത്. ചക്ക അച്ചാർ. ചക്ക അച്ചാർ ഞാൻ ആദ്യം കാണാം കേട്ടോ. ഇത് വാളംപുളി അച്ചാർ. ഇത് ഷിംല മിർച്ചി. ഇത് മാങ്ങ അച്ചാർ. ഇതെന്തുവാ? ഓക്കെ, ഉണക്കമാങ്ങ. ഇത് ആപ്പിൾ പയറിൻ്റെ അച്ചാറാണ്. ഇത് നമ്മൾ വഴിയിലൊക്കെ കാണില്ലേ, മരത്തെ നാളൊക്കെ പറിച്ചില്ല ചെറുത്. അതിൻ്റെ പിന്നെ നമ്മുടെ അവിടുത്തെ പോലത്തെ രീതിയല്ല അച്ചാർ ഇടുന്നത്. ഇത് നെല്ലിക്കാണോ? അല്ല, ഇത് അതിൻ്റെ തന്നെ വേറെണ്ണ.
അച്ചാറിനകത്തെല്ലാം ഉണ്ടല്ലോ കടുക് ഒരുപാടിടും, പിന്നെ ജീരകവും പൊടിച്ച് ചേർക്കും. ഇതേ മുള്ളംപന്നിയുടെ മുള്ളിരിക്കുന്നുണ്ടോ? അങ്ങാടിക്കട കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, രുദ്രാക്ഷമൊക്കെ ഉണ്ട്. കളർഫുൾ പെട്ടികളൊക്കെ ഇരിപ്പുണ്ട്, ട്രങ്ക്. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ മാലകളാട്ടോ. ഇതെല്ലാം അതെ, ഇത് വേള ഇതെല്ലാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ പച്ചക്കറികളുടെ സീസണാണ്, അപ്പോൾ അത് എല്ലാത്തിൻ്റെയും വിത്തുകളുണ്ട് കേട്ടോ. ബീൻസും മല്ലിയും മറ്റേ എല്ലാം ഉണ്ട് കേട്ടോ. ഓരോന്നൊരു പേര് പറയുന്നില്ല, എല്ലാ സംഭവം ഉണ്ട്. ഉണക്കത്തേങ്ങ ഇരിക്കുന്നു. തേങ്ങ ഉണ്ട്, പേരിന് മാത്രം. മത്തേലേ ഇഷ്ടം പോലെ. ഇലകൾ ഇവരല്ലെങ്കിലും കണ്ടമാനം കഴിക്കും. മത്തേല തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ്. അത് കോഴിക്കട. മീനും ഉണ്ട് അല്ലേ? മീനെല്ലാം ഈ വളർത്തുമീനാണ്, കുളത്തിലെ. ഇവിടെ മൊത്തം ഈ സൈസ് മീനുകളേ ഉള്ളൂ. ഇത് പിടയ്ക്കുന്ന മീന്. അതെ, പിടയ്ക്കുന്ന ജീവനുള്ള. അത് പിടയ്ക്കാത്ത മീന്. ഇത് കണ്ടോ, ഇവിടുത്തെ നദിയിൽ നിന്നുള്ള മീനുകളാണ് ഇത്. ഇത് മേടിച്ച് വറുത്താലോ? എന്നെ കൊണ്ട് പോയാതൊന്നും വെട്ടാന്. ഇത് അരുണാചൽ ആസാം ബോർഡറിലുള്ള ഒരു മാർക്കറ്റാണ്. ഈ സൈഡ് ആസാമും ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് അരുണാചൽ പ്രദേശും. സിംബോ ഭാഷയിൽ വെൽക്കം എന്ന് എഴുതി വെച്ചേക്കുന്നത് കാപ്തു ലാഗായി. ഇപ്പോൾ സിംബോ ഭാഷയിൽ താങ്ക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ചേജു കാബാസെയ്. ഇവിടെയൊക്കെ ഈ കടകളിലൊക്കെ തേങ്ങ ഇരിപ്പുണ്ട്. തേങ്ങ ഇവിടെ പൂജയ്ക്കും പിന്നെ ചുമ്മാ ഇവർ പൂളി കഴിക്കാനും ആവും ഉപയോഗിക്കുന്നത്. ഇപ്പം അരുണാചലിൻ്റെ ബോർഡറിലുള്ള മാർക്കറ്റാണേലും ആസാമിൽ നിന്നുള്ള കച്ചവടക്കാരാണ് കൂടുതലും അവിടെ. ആസാമിൽ നിന്ന് കുറേ കൂടുതൽ സാധനങ്ങൾ വരുന്നതും ഇവിടുത്തെ കുറച്ച് ലോക്കൽ സാധനങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു ബേക്കറിയാണ്. പപ്സും ക്രീം റോളും കുറേ സാധനമുണ്ട്, കേക്ക്, ബർഗർ. ഇത് ഇവിടുത്തെ ഒരു ബ്രാൻഡിക്കടയാണ്. സ്ത്രീകൾ കണ്ടോ മദ്യം മേടിക്കാൻ നിൽക്കുന്നത്? ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ അങ്ങനൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല, ജെൻസ് ലേഡീസ് എന്നുള്ള വ്യത്യാസങ്ങളുണ്ട്. ആർക്കും മേടിക്കാൻ കഴിക്കാം. ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ്. പാർക്കിൽ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, പിന്നെ ആ സൈഡിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഇത് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണ്. ഇന്ന് മാർക്കറ്റ് ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും ഓട്ടോകളുള്ള, അല്ലെങ്കിൽ 1-2 എണ്ണേ കാണുള്ളൂ. ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽ സാധനങ്ങൾ. ഇതുണ്ട്, ഇത് മുളയുടെ കൂമ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ? ഇത് അരിഞ്ഞ് ഇതിട്ട് വെച്ചേക്കുന്നത് അച്ചാറ് പോലെ. ഇത് മുളയുടെ കൂമ്പാണ്. ഇത് നാടൻ പഴം. ഇതെല്ലാം ലോക്കൽ സാധനങ്ങൾ, ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെ. പിന്നെ എന്താ മറ്റേ പറവൽ. ഇത് ചേമ്പിൻ്റെ തണ്ടും ഇലയും കൂടെ. ഇതിനെ കൂവ പോലൊരു സാധനം, അതിൻ്റെ തണ്ട, ഇതിനകത്തെ കാമ്പാണ് കഴിക്കുന്നത്. ഇത് പിന്നെ കാട്ടിലെ വാഴയുടെ വാഴച്ചുണ്ട്. പിന്നെ ചേമ്പ്, നമ്മൾ രാവിലെ കഴിച്ച ചേമ്പ്. അതെ, ഇതല്ലേ ഈ നമ്മളൊരു ബസുമതിയുടെ മണം പോലെ മണമുണ്ട്. ഇതെല്ലാം മുമ്പേ കൊണ്ടുത്തന്ന കുമ്പളങ്ങ. അത് വേവിക്കാൻ നോക്കിയോ, ഒരു ബസുമതിയുടെ സെന്റ് പോലെ ഒരു സെന്റ് ഉണ്ട്. അവർക്കുള്ള ഫുഡ് അവർ ഇവിടെ തന്നെ വെച്ച് കഴിക്കാൻ തോന്നുന്നു അല്ലേ? അതിനകത്ത് ഉണക്കമീൻ ഇട്ടിട്ടുണ്ട്, ഉണക്കമീൻ്റെ മണം വരുന്നുണ്ട്. ഇത് നല്ല സ്മെല്ലുള്ള ഒരു ഇലയാണ്. ഇവിടെ നാഗാധനിയ എന്നാണ് പറയുന്നത്. നമ്മുടെ അവിടെയൊക്കെ ഉള്ളതാണ് ഇത്, ഈ ഇറച്ചിക്കകത്തൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് അനുവിൻ്റെ ഫ്രണ്ടാണ് സന്തോഷ്. വീട് നേപ്പാളിലാണ്. ഇവിടെ സെറ്റിലായി. കാഠ്മണ്ഡു ഒക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ये अभी केरला में बहुत संतोष है. संतोष लोग बहुत है. केरला का नाम है संतोष. ये तो नेपाल गया नहीं है जैसा लग रहा है. ये तो मैं गया है. ये मेरा चाचा भैया लोग है. चलिए चलता है. ओके. കുഞ്ഞുമാവൻ തോളയിലിട്ട് സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഇതൊരു ബുദ്ധക്ഷേത്രം ഇവിടുത്തെ. ഇവിടെ എല്ലാ ഗ്രാമത്തിലും ഓരോ ബുദ്ധക്ഷേത്രങ്ങളുണ്ട്. ഇത് തൊട്ടടുത്ത് തന്നെയുള്ള വില്ലേജിലെ ഒരു ബുദ്ധക്ഷേത്രം. ഇത് വെളുവന ബുദ്ധ വിഹാര. വിഹാര എന്ന് പറഞ്ഞ ടെമ്പിളിലാണ് അല്ലേ? ബുദ്ധക്ഷേത്രം. ഇതെല്ലാം ഗ്രാമത്തിലെ വീടുകളാണ്. വീട് പണിയാനായിട്ടേ മുളയും ചുമന്നുകൊണ്ട് പോകുന്നതുണ്ടോ? എന്നാ നീളം വന്ന് നോക്കിയാൽ മുളയ്ക്ക്. ഇതുണ്ട്, ഇത് ഇവിടുത്തെ വീട്. ഇതുണ്ട്, വേലി മറച്ചേക്കുന്നതുണ്ടോ, പാളയം കൊണ്ട്. ഇത് മരത്തിന്റെ ഇതിലാണ് കട. ഒരു ചെറിയ കടക്കുമട്ടി കടയുണ്ട് കണ്ടോ? തടിയും കൊണ്ട് ചെറിയൊരു കടയുണ്ട് അവിടെ. ഇതുണ്ട്, അത് ചേമ്പ് കൃഷിയാണ്. നമ്മൾ രാവിലെ കഴിച്ച ചേമ്പില്ലേ, അതുപോലത്തെ. സൂര്യൻ ചായാറായി. ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ്. പാർക്കെല്ലാം മൊത്തം പാർക്കും മിനി ജിമ്മും ഉണ്ട്. ഓഫീസ് ഓഫ് ദി അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ബോർഡുംസ. ഇവിടെ അരുണാചലിലേക്ക് കയറുമ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും ടൂറിസ്റ്റ് പെർമിറ്റ് ആണെങ്കിൽ ടൂറിസ്റ്റ് പെർമിറ്റ്,
ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് ആണെങ്കിൽ വർക്ക് പെർമിറ്റായിട്ട് ILP എന്ന് പറഞ്ഞ ഇന്നർ ലൈൻ പാസ് നമ്മൾ എടുക്കണം. അത് ഈ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് എടുക്കണം. അതിൻ്റെ സാങ്ഷൻ അതോറിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസാണ്, അഡീഷണൽ ഡെപ്യൂട്ടി ADC. നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്തി. അപ്പോൾ റൂമിലെത്തി കുളിച്ച് റെഡിയായി. ചേട്ടായി മുതൽ നേരത്തെ കുളിച്ച് റെഡിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ 2 ദിവസം താമസിച്ച റൂം. അതുകൊണ്ട് ഇവിടുത്തെ റൂമിൽ എവിടെ ചെന്നാലും ഒരു കാണ്ടാമൃഗത്തിൻ്റെ ഒരു പ്രതിമയാണ് ഇതുണ്ട്. പക്ഷെ കാണ്ടാമൃഗം ശരിക്കും ആസാമിൻ്റെ ആണേലും അതെ, ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് എവിടെ ചെന്നാലും. അപ്പോൾ നമുക്കിനി പോകാമെന്നാ. പോയേക്കാം. നേരത്തെ ഉച്ച കഴിയുമ്പോൾ പോകണമെന്ന് ഓർത്താണ്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും സമയം ഇത്രയായി. സമയം 6:30ആയി. നൈറ്റ് ഡ്യൂട്ടി ആരാ? ആ, നമ്മളെന്തിനാ കോ ഡ്രൈവറെ കൊണ്ടുവന്നേ? അതെ, ആ, വാ. ഇപ്പഴേ നൈറ്റ് തുടങ്ങുവാണോ? അല്ലല്ലോ, പിന്നെ സമയത്ത് ഇരുട്ടി നോക്ക്. 6:30 ആയതേ ഉള്ളൂ. ഇപ്പൊ പകല് ഡ്യൂട്ടി ചെയ്യുന്ന ആരെങ്കിലും ഓടിക്കുക. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാത്രി 10-12 മണിയാകുമ്പോഴാ. അപ്പോഴേ ഞങ്ങൾ പതുക്കെ വിടാം. അടുത്ത പ്രാവശ്യം ഇനിയിലേക്ക് വരുവാണെങ്കിൽ വിളിക്കാം. വരുമെന്ന് പറഞ്ഞാൽ ആസാമിലെത്തിയാലും വിളിക്കണം. വിളിക്കാം. എന്നാണേലും വരും. ഇനിയിപ്പോൾ അരുണാചലിൻ്റെ ഒരു മൂലക്കല്ലേ നമ്മൾ ഇറങ്ങിയുള്ളൂ ഇപ്രാവശ്യം. ഇനി അങ്ങോട്ടൊക്കെ പോകണം. എവിടെ നമ്മുടെ ഹൈലോങ്, വാലോങ്, മറ്റേ അതിപ്പോ ഈ അരുണാചലിന്റെ ഇതല്ലേ. അതെ. അപ്പം ഫസ്റ്റ് സൂര്യന്റെ വെളിച്ചം വീഴുന്ന നാടെന്നാണ് ആ പേരുള്ള സ്ഥലം കാണാം. അത് കാണണം. പിന്നെ നമ്മുടെ തവാങ് പോകണം. അപ്പോൾ അതിനൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്നുണ്ട്. വേഗം 2-3 ദിവസം നമ്മുടെ കൂടെ ആയിരുന്നു. അതെ, 2-3 ദിവസം നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും ഇല്ല. അല്ല, ഇവിടെ അനു കുറച്ചു നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നോണ്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. എത്ര 10 വർഷം 9 വർഷം? ഇത് 9ാം വർഷം ഇവിടെ. അപ്പം ശരി എന്നാ. അപ്പം നാട്ടിലോട്ട് അതിലേക്ക് വരികയാണെങ്കിൽ വിളിക്കണം. പിന്നെ ഞങ്ങൾ അതിലെ വരികയൊക്കെ ആണെങ്കിൽ വിളിക്കാം. എൻ്റെ ഒരു 2-3 കൂട്ടുകാരുണ്ട് അവിടെ. നാഗമ്പടത്തുണ്ട്, കോടിമതയിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കനെ നമ്മുടെ ചെറിയ കണ്ടില്ലേ, അവനെ കാണാൻ വേണ്ടി അവന് അവിടെ കാണിക്കണം. ഹോട്ട്സ്പോട്ടാണ് അടുത്ത ബുക്കിംഗ്. അത് ശരി. മക്കളെയും കൊണ്ട് വാ. അപ്പോൾ ഒരു പ്രാവശ്യം വാ, ഞങ്ങളോടൊപ്പം വാ. ശരി എന്നാ. ഓക്കെ. അപ്പം വണ്ടി എടുത്തോ, ഡ്രൈവർ വണ്ടി എടു. അതെ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് എറണാകുളത്തിൽ നിന്ന് തിരിച്ചുള്ള യാത്ര തുടങ്ങാം. അതെ. തുണിയെല്ലാം കുറേ കഴുകി, കുറച്ചൊക്കെ ഉണങ്ങി, കുറച്ച് ഉണങ്ങാനുണ്ട്. വിരിച്ചിട്ടു. ഉണങ്ങാനുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് വണ്ടിക്കകത്ത് വിരിച്ചിട്ടേക്കാം. അതെ. ഇപ്പം നമ്മളെ ഇവിടെ നിന്ന് ഇനിയിപ്പം ആസാമിൽ ചെന്നാലേ ലോഡുള്ളൂ. ആസാം വരെ കാലി ഓടണം. ആസാമിൽ നിന്ന് ഗുവാഹട്ടി ചെന്നാലേ ലോഡ് കിട്ടുള്ളൂ. ഗുവാഹട്ടി വരെ ഏകദേശം ഇവിടുന്ന് ഒരു 550-600 കിലോമീറ്റർ ഉണ്ട്. അരുണാചലിലോട്ടൊന്നും ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് ഒരു ലോഡും ഇവിടുന്ന് ഇല്ല. അത് തന്നെയല്ല, ഇവിടുന്ന് തിരിച്ച് ഈ ഗുവാഹട്ടിയിൽ നിന്നൊക്കെ ആണെങ്കിലും തിരിച്ച് വാടക വളരെ കുറവാണ്. ഇങ്ങോട്ട് വരുന്ന വാടക എല്ലാം കിട്ടിയാലേ ഉള്ളൂ, അങ്ങോട്ട് ചിലവാശ് പോലും കിട്ടിയാലോ. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ ഹൈവേ വന്നു. നല്ല ഒരു വീട് കാണാന്. വീടും കടയും കൂടെ. നമ്മൾ പിന്നെ ഇങ്ങോട്ട് ഒക്കെ ലോഡ് എടുക്കുന്ന സ്ഥലങ്ങൾ കാണാനും ഇങ്ങനെ പോകാത്ത സ്ഥലങ്ങൾ കാണാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ വണ്ടി നമ്മൾ അങ്ങനെ ഓടുന്നത്. ബാക്കി വണ്ടികളൊന്നും ഇങ്ങനെയുള്ള വഴിയിലേക്ക് കോയിക്ക് വഴിയൊക്കെ അറിയാലോ. അത് ശരി. ഇപ്പൊ അങ്ങനെയായോ? ആഹാ, ഇത് വിശാലമായിട്ട് കിടക്കണം. അതെ. കാലൊക്കെ നീട്ടി വെച്ചാ കിടക്കുന്നേ. അപ്പൊ നമ്മൾ അരുണാചലിനോട് വിട പറഞ്ഞ് ആസാമിലേക്ക് കയറാൻ തുടങ്ങാണ്. ബോർഡർ ചെക്ക് പോസ്റ്റാ. ഇനി എപ്പം വരുമെന്നൊക്കെയാ ചോദിച്ചേ. അതെ, ഇലക്ട്രിക് ബസ് അരുണാചലിന്റെ ആളില്ല കേട്ടോ. അപ്പൊ നമ്മള് ആസാമിൽ കയറി. ഇവിടുന്ന് പോയപ്പോ ഒരു സങ്കടം. അരുണാചലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. അത് ശരി. കഴിഞ്ഞ ഇതുപോലെ മേഘാലയെന്ന് പോയപ്പോ എനിക്കൊരു സങ്കടമായിരുന്നു. ആണോ? അത് ശരി. എനിക്ക് കാശ്മീർ, ലഡാക്ക് ഏരിയയിലോട്ട് പോകുന്നതിന് ഇഷ്ടം നോർത്ത് ഈസ്റ്റ് ഏരിയയിലോട്ട്. ആണോ? ഈ പ്രാവശ്യം നമ്മൾ നോർത്ത് ഈസ്റ്റിന്റെ ഇങ്ങേറ്റം വരെ വന്നു. അതെ. കുറച്ച് ദിവസത്തോടെ നിൽക്കായിരുന്നു. ഇനി ഏട്ടാ നമ്മളിപ്പോ ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്താണ് നിൽക്കുന്നത്. അങ്ങ് മോളി വരെ വന്നു. അതെ, ഇവിടുന്ന് നമ്മൾ ഇവിടെ വരെ എത്തി. ഇനിയിപ്പോ നമുക്ക് താഴോട്ടുള്ള ഭാഗങ്ങളില്ല എന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് താഴോട്ട് മിസോറാം, മണിപ്പൂര്, നാഗാലാൻഡ് അങ്ങനെ കുറെ ഭാഗങ്ങളാണ്. ത്രിപുര,
അങ്ങോട്ട് ഇനിയും പോകണം. അപ്പോഴേ നമുക്ക് ഇച്ചിരി നേരത്തെ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ ഈ കൊച്ചിനെ കിടത്തി ഉറക്കായിരുന്നു. എല്ലാം കൊടുത്തിട്ടല്ലേ? ആ എന്നിട്ട് നമുക്ക് ഓടിക്കാന്നോ? അല്ല പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് വിളിച്ച് ഏൽപ്പിക്കണ്ടേ? അല്ല, ഒരു കാര്യം ചെയ്യാൻ രാത്രി വീഡിയോ എടുക്കുന്നില്ലല്ലോ. ആ എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടും കിടക്കാം, മെയിൻ ഡ്രൈവർ ഓടിക്കേ. ആഹാ, ഇത് കൊള്ളാമല്ലോ. നിങ്ങൾ രണ്ടുപേരും ഈ പിന്നെ വണ്ടി വരുമ്പോ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഞാനാ. എടുക്കണം, സാധനം എടുത്ത് പെറുക്കി വെക്കണം. ആ വണ്ടി ഓടിക്കണ്ട ഞാൻ വണ്ടി ഓടിനൊക്കെ കുറവാ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് 1000 കിലോമീറ്റർ തേച്ച് ഓടിച്ചോ? പിന്നെ 1000 കിലോമീറ്റർ ഒന്നുമല്ല. ആ വണ്ടി ഓടിക്കണം, കുക്ക് ചെയ്യണം, എന്തൊക്കെ ജോലി ചെയ്താല ഒരു സാധനം മറന്നു വെക്കാൻ പറ്റുമോ? കൈ സഹായത്തിനില്ലേ ഞങ്ങൾ ഞാൻ പണിയെടുക്കുമ്പോ അതെടുക്കാൻ വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾ പണിയെടുക്കുന്നത് മാത്രമേ കാണാനുള്ളൂ. ഞാൻ പണിയെടുക്കുന്നത് എല്ലാം ഒന്നും ഇവിടെ വീഡിയോ എടുക്കുന്നൊന്നും ഇല്ല. മൊത്തേ രാത്രി പോകുമ്പോ നോക്കിക്കോണം കേട്ടോ. പാലത്തിലൊക്കെ കേറുമ്പോ അപ്പുറം ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഇവിടുന്ന് കേറാവുള്ളൂ. എഴുതി ബോർഡുണ്ടായിരുന്നു, പിന്നെ 55 ടണ്ണിന്റെ. നമ്മുടെ 12 ഇല്ല, 15 ചില്ലറേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. തിൻസുക്കിയ 32 കിലോമീറ്റർ. അപ്പോഴേ വൈകിട്ടത്തേന് കഴിക്കാൻ ചോറും കഞ്ഞിയൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും കറിയും കൂടെ മേടിക്കാം. ഉച്ചയ്ക്കോ കറിയില്ലാതല്ലേ കഴിച്ചത്? അതെ അതെ. മുത്തിനാണെങ്കിൽ കറിയൊന്നും വെച്ച് കൊടുക്കുന്നില്ല. അതെ അതെ അതെ. നമുക്ക് ഇന്ന് കടയിൽ എന്നാ കിട്ടുന്നെന്ന് ഈ നോക്കാം. കറക്കം കാരണം സമയം കിട്ടണ്ടേ? ആഗ്രഹമുണ്ട് മേടിച്ച് വെച്ചൊക്കെ കൊടുക്കണമെന്ന്. അതെ, ഇവിടെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി മേടിക്കാം. ആ, ഇവരെല്ലാം കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ആണോ? होटल वाला कन्नूर में काम किया था. ഓ പുള്ളിയൊക്കെ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത്. आप कहाँ काम किया केरला में? पांग में बैठा है क्या? തലശ്ശേരി. പാങ് മേ. പുള്ളി തലശ്ശേരിയിലെ കോടതിയുടെ അടുത്ത് ജോലി ചെയ്താന്നാ പറഞ്ഞത്. ബാക്കി എന്നാ പറഞ്ഞത് എനിക്ക് അത്ര അങ്ങ് മനസ്സിലായില്ല. 3-4 പേരോട് ഉണ്ട് ഇവിടെ. അവരെല്ലാം തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. മിക്കവർക്കും മലയാളം അറിയാം ഇവിടെ ഉള്ളവർക്ക്. മലയാളം അല്ല, നമ്മൾ സംസാരിക്കുന്ന തമിഴാണെന്ന് ചോദിച്ചു. സാമ്യമുണ്ടല്ലോ. അതെ. അപ്പം തമിഴ്നാട് ജോലി ചെയ്താ തമിഴ്നാട്ടിലുള്ള അവിടെ വന്നിട്ട് എല്ലാവർക്കും ഹിന്ദി വളരെ കുറച്ച് ആൾക്കാർക്കേ അറിയത്തുള്ളൂ. നമ്മുടെ അവിടെ ആണെങ്കിലും ഇപ്പോൾ അവർ പറഞ്ഞേ എല്ലാവരും അവിടെ ചെന്ന് അവിടുത്തെ ഭാഷ പഠിച്ചെന്ന്. കേരളത്തിൽ വന്ന് മലയാളവും തമിഴ്നാട്ടിൽ ചെന്ന് തമിഴും ഒക്കെ പഠിച്ചു. ഡ്രൈവർ ഫോണെ നോക്കിയിരിക്കണോ? വണ്ടി എടുക്കൂ. അപ്പോൾ അത് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. മുത്തിന് വേണ്ടി സ്പെഷ്യൽ ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ട്. അമ്മയുടെ ആ മുളകിന്റെ സ്മെല്ല്. അതെ, നല്ല മണം ഉണ്ടായിരുന്നു. അവിടെ ക്യാബിനിൽ ഇരുന്നിട്ട് വരെ ആ മുളകിൻ്റെ മണം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓർത്തോണ്ട് ഇറങ്ങി വന്നേ. നേരെ സൈഡിൽ ഇത് തേയിലത്തോട്ടമാണ്. നല്ല നിലാവായിരുന്നു. എനിക്ക് 2 കഷ്ണം ബ്രെഡ് മതി കേട്ടോ. ബ്രെഡ് മതിയോ? മുത്തിന് കഞ്ഞി വേണ്ടേ? എനിക്ക് കഞ്ഞി മതി. എന്നെ അന്നും ബ്രെഡ് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ കഞ്ഞി കഴിക്കാൻ പോകും. അതെ, അതിലും ഭേദം ഇപ്പോഴേ കഞ്ഞി കഴിക്കുന്നതല്ലേ. ഈ തേയിലത്തോട്ടത്തിൽ കൂടെ വല്ല ആനയും വന്നാലോ? ആനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നേരപ്പായോണ്ട് കുഴപ്പമില്ല, പൊങ്ങി വെക്കുന്ന കാണാൻ. അല്ല, ആന വന്നാൽ നമ്മളൊന്നും ചെയ്യേണ്ട, ആന ചെയ്തിട്ട് പൊക്കോളൂന്നല്ലേ താൻ എപ്പോഴും പറയുന്നത്. ഞാൻ വണ്ടി കയറും, നിങ്ങൾ വേണേ ഓടി കയറിക്കണം, ഞാൻ കയറും വണ്ടി. ആ സൈഡിൽ കൂടെ അങ്ങോട്ടൊരു റോഡാണ്, അതുണ്ടോ അതിൻ്റെ വണ്ടി വരും. അതൊരു ലോറിയായിരുന്നു. അതെ, രാവിലത്തെ ഇച്ചിരി ചേമ്പിരിപ്പുണ്ടായിരുന്നു. ഇച്ചിരി ചേമ്പും കൂടെ കഴിക്കാം. ചേമ്പും മുളകും ചിക്കൻ കറി കഞ്ഞി ബ്രെഡും ഇത് കൂടുതൽ തന്നെ വേണം. ഒന്നും വേണ്ട. പ്രമാദമാങ്ങനെ ഊണ്. ഇപ്പോൾ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ടും പഴയകഞ്ഞി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ നാളത്തേന്. നാളെ ആകുമ്പോഴേ പഴയകഞ്ഞി ആവുള്ളൂ. ഇന്നത് കഞ്ഞിയാണ്. നാളത്തേന് പഴയകഞ്ഞി ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. പഴയകഞ്ഞി അടിക്കാൻ രാവിലെ. ഇപ്പോഴേതായാലും കുറച്ച് നേരം ഞാൻ ഓടിക്കാം. ഓടിച്ചോ, അത് കഴിഞ്ഞ് ഞാൻ ഓടിക്കാം. ഇന്നേ നല്ല നിലാവാ. വഴി പണി നടക്കുന്നോണ്ടേ വഴി തിരിച്ചു വിട്ടേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിട്ടേക്കും. എന്റെ കുഴപ്പമല്ല. ശകലം നേരം ഞാനും ഉറങ്ങാം. ഉറങ്ങിക്കോ. ഒരു മണിക്കൂർ ഒന്ന് മയങ്ങി വെച്ച് ഞാൻ ഓടിച്ചോളാം. ഒരു വലിയ ഫ്ലൈ ഓവർ ഒക്കെ വരുന്നുണ്ട്. മാർഗരറ്റാ മാർഗരറ്റാ. എയർ റോഡ്സ്
നമ്മൾ വലിയ ഗൂഗിൾ മാപ്പൊന്നും അല്ലെങ്കിലും കൊച്ചു കൊച്ചു വഴികളൊക്കെ നമുക്ക് അറിയാം. അതെ അതെ. വഴികളെല്ലാം വളരെ വളരെ മോശം. പണിയൊന്നും നടക്കുന്നില്ല. കുറച്ച് ഭാഗത്തൊക്കെ പണി നടക്കുന്നുണ്ട്, കുറച്ച് നല്ല വഴിയുണ്ട്, പിന്നെയും ഭയങ്കര മോശം. അതെ, ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ആയി. 11 മണിയായി. 11:15. ഞാനൊരു അരമുക്കാൽ മണിക്കൂർ ഉറങ്ങി. ഞാൻ കുറച്ചു നേരം കൂടെ ഇരുന്ന് ഓടിക്കാന്നൊക്കെ ഓർത്തു, പക്ഷെ എനിക്കെന്തോ ഉറക്കം വന്നു. നമ്മൾ ഇങ്ങോട്ട് വന്ന ഈ ബോഗിബെൽ കൂടിയായിരുന്നു. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന അതിലെയല്ല, ശിവസാഗർ ജോറഘട്ടൊക്കെ കൂടിയാണ് പോകുന്നത്. ഈ വഴികളിലൊന്നും ഒരു തിരക്കുമില്ല, വണ്ടികളും വളരെ കുറവാണ്. ലോറികളൊക്കെ ഉണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. രാത്രിയിൽ അധികം ആരും അങ്ങനെ ഓടുന്നുമില്ല. വഴിയുടെ അവസ്ഥയൊക്കെ വളരെ മോശം. കാര്യം 4 ലൈനാണ്, പക്ഷേ ഒരു സൈഡ് ഫുള്ള് മോശമാണ്. പിന്നെ ബാക്കി ഒരു സൈഡിൽ കൂടെ ആയിരുന്നിട്ട് വണ്ടി വിട്ടേക്കുന്നത്. ആ സൈഡാണ് ഇങ്ങനെയാണ്. വണ്ടിക്കാരെല്ലാം നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങാം. ഇത്ര നേരം 4 ലൈനായിരുന്നു, എന്നാലും കുറേ വഴി മോശമായതുകൊണ്ട് വഴി തിരിച്ച് 1 ലൈനിലൊക്കെ വിട്ടേക്കായിരുന്നു. ഇവിടെ പക്ഷേ ഡബിൾ ലൈനേ ഉള്ളൂ. പഴയ ഒരു പാലമാണ്. ഇപ്പോൾ സമയം 2 മണിയായി. ഇവിടെ ഒരു പമ്പിൽ ഒതുക്കി.